ഹായ് നന്ദുസ്ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറേ നാൾക്ക് ശേഷമല്ലേ ഇങ്ങനെ ഒതുങ്ങിയൊക്കെ വൃത്തിയിലൊക്കെ വന്ന് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ പുറത്ത് പോണത് ഇങ്ങനെ നിന്നിട്ടൊക്കെ ഞാൻ കുറേ നാളെ വീഡിയോ എടുക്കും. ഏട്ടനോ ഞാനിങ്ങനെ ആയാൽ മാത്രമാണ് ഏട്ടൻ ഇങ്ങനെ ആവുള്ളൂ അല്ലേ? അല്ലെങ്കിൽ ഏട്ടനും നോർമൽ ലുക്കിൽ വരും കേട്ടാ. അത് ഭാര്യയുടെ കൂടെ നിക്കണ്ടേ, അല്ലെങ്കിൽ ഭാര്യ ഭംഗിയില്ലാണ്ടാവില്ലേ അല്ലേ? അപ്പൊ ഇന്ന് കുറച്ച് വൃത്തിയിലൊക്കെ ഒരുങ്ങി നമ്മള് ഷോപ്പിക്കൊക്കെ പോകണം. നമുക്ക് കൊടുങ്ങല്ലൂര് പോകണം, പിന്നെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകണം. പിന്നെ പോണേക്ക് വേറൊരു സംഭവം ഉണ്ട്. അത് അതിന് വേണ്ടി നമ്മള് മെയിൻ പോകണം. ഭയങ്കര ഒരു വലിയൊരു സംഭവം അല്ലേ? അപ്പൊ അതൊക്കെ ചെയ്യണം. അങ്ങനത്തെ കുറേ കാര്യങ്ങളില് അച്ഛന്റെ വണ്ടിയിലാണ് കേട്ടോ പോണത്. അച്ഛൻ വലിയച്ഛൻ്റെ വണ്ടിയിൽ പോയി, ഞങ്ങൾ അച്ഛൻ്റെ വണ്ടിയിൽ പോയത്. അപ്പൊ ഇനി ഇത് ചാർജ് ചെയ്യണമെന്ന് അറിയില്ല. ചാർജ് ഒന്നും ഞാൻ ചോദിച്ചു വെച്ചിട്ടില്ല. രാവിലെ അവര് പോകുമ്പോ ഇനി അതൊക്കെ ചെയ്യണം. അപ്പൊ നമ്മള് പോവാണ് കേട്ടാ. ഇന്ന് നല്ല വൃത്തിയിൽ ഒരുങ്ങി. എന്റെ നല്ല ഡ്രസ്സ് 5 മാസമായിട്ടാ കണ്ടാ. 5 മാസമായി. നാളെയല്ല 5 മാസം ആവണേ. ഇന്നോ നാളെ 5 മാസം ആവട്ടാ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ്. ഉച്ചത്തെ ഫുഡ് കഴിച്ചില്ല. പോകുമ്പോ ഫുഡ് വാങ്ങി തന്നെ ഓറഞ്ച് ആപ്പിള് അങ്ങനത്തെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ പിന്നെ ചെറുതായിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാരും എന്നെ ചീത്ത പറയാണ്, തടി കുറഞ്ഞു കാണുന്നവരും ഒത്തതാ പറയണ. പക്ഷെ ഞാൻ തടി വെക്കും. എനിക്ക് അടുത്ത സ്കാനിങ്ങിന് പോകുമ്പോഴേക്കും ഞാനൊരു പ്രതീക്ഷിച്ചിട്ടുണ്ട് ഒരു വെയിറ്റ്, അതിലേക്ക് എത്തിക്കണം. ഓരോ കിലോ വെച്ചിട്ട് ഇപ്പം കുറഞ്ഞിരുന്നത് മാറി കൂടുതലുണ്ട്. ഇനി മാറ്റങ്ങൾ വരും തോന്നുന്നു അല്ലേ? അപ്പൊ ഇനി ദൈവത്തിനൊക്കെ വിളിച്ചൊരു സമാധാനമാവണം. ഇപ്പൊ സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പൊട്ട സ്വപ്നങ്ങളൊക്കെ കാണുന്നത്. രാത്രി ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടും. നമുക്ക് അമ്പലത്തിൽ പോയാൽ അതിനൊക്കെ ഒരു സമാധാനം കിട്ടും. പിന്നെ നമുക്കൊരു വലിയൊരു ജീവിതത്തിൽ വലിയൊരു സംഭവം നടക്കാൻ പോകണം. അപ്പൊ അതിന്റെ മുന്നേയായിട്ട് നമുക്ക് ദൈവത്തിനോട് നടക്കണേനുള്ള കാര്യങ്ങൾക്ക് നന്ദി പറയണം. നല്ല രീതിയിൽ തടസ്സങ്ങളില്ലാതെ അത് നടക്കാൻ വേണ്ടി പറയണം. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് അല്ലേ? നല്ല മിണ്ടാണ്ടിരിക്കണേ. കൊറേ നാളായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാത്ത ഏട്ടന് ഒരു ഉഷാറാവണില്ല. ഞാൻ പക്ഷെ പഴയതായില്ലേ. എന്റെ കാര്യം പിന്നെ ഉറപ്പിക്കണ്ട. ഇന്ന് ഉഷാറായ നാളെ ഉഷാറുണ്ടാവില്ല ഏട്ടാ. അത് പിന്നെ എല്ലാവർക്കും അങ്ങനെയല്ലേ? അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഒക്കെ നനഞ്ഞിരിക്കട്ടുള്ളൂ. നേരത്തെ ഇറങ്ങുന്ന വെച്ചാ പിന്നെ കുറച്ച് നേരം വൈകി. നല്ല മഴ ഉണ്ടായിരുന്നു. കുറച്ച് മഴ കുറഞ്ഞിട്ട് ഉച്ചയായിട്ടാ. ഇനി പോവാ വയറൂറിയുന്നു. അപ്പൊ പോണ വിശേഷങ്ങളാണ്. എന്നിട്ടിപ്പ അമ്പലത്തെ മഞ്ചകളെ നമുക്ക് ഇതിന്റെ ഇടയില് കൊറേ കാര്യങ്ങൾ ചെയ്ത് കൊറേ മണിക്കൂറുകൾ സ്ഥലത്ത് പോയി. നമുക്ക് നമ്മൾ പറഞ്ഞില്ല, അത്രയും ആവശ്യമുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അവിടെ കൊറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടു. ഇപ്പൊ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഫുഡ് കഴിച്ചു. ഇനി കൊടുങ്ങല്ലൂർ അമ്പലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെ കോളനായിരുന്നു. പറയടാ. അതെ, എന്ത് ചെയ്യും? ആരെങ്കിലും പേര് ചോദിക്കണോ? എന്തെങ്കിലും പറയണോ? നിന്റെ പേര് ഞാൻ പറഞ്ഞോണ്ട്. നേരിട്ട് കാണാം. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. ചോദിച്ചു നോക്കട്ടെ. ഇല്ല, കൊടുങ്ങല്ലൂരുണ്ട്. അപ്പൊ അങ്ങനെ അമ്പലത്തിലെത്തി. മൈക്ക് അവിടെ ഇരിക്കും. കേട്ടോളൂ. വിഷയല്ല. മൈക്ക് കാണില്ല. അപ്പൊ ഫുഡൊക്കെ കഴിച്ചെത്തിടാ. നല്ല വിശപ്പുണ്ടായി. മസാല നല്ല വിശപ്പ്. ഇപ്പൊ ഒരാഴ്ചയായിട്ട് വിശന്ന് കഴിഞ്ഞാ ഞാൻ പെട്ടെന്ന് തളരും. എന്റെ ഇടയില് കുഞ്ഞ് ബിസ്ക്കറ്റും ചായ കുടിച്ചു തന്നാലും
നമുക്ക് താങ്ങാനുള്ള അടുത്ത് വെച്ചിപ്പോയി 4 മണിയൊക്കെ ആയില്ലേ. അപ്പോൾ ദോശയൊക്കെ കഴിച്ച് അമ്പലത്തിലേക്ക് എത്തി. എത്രയോ 3, 4, 5 മാസമായിട്ട് കുടുങ്ങില്ല. അല്ല എത്ര മാസമായി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ട് ഒരു വട്ടം വന്നു. പിന്നെ അതിൻ്റെ ഒരു വട്ടം വന്നു. പിന്നെ വന്നിട്ടില്ല. എന്തായാലും ഒരു 3 മാസമായി അമ്പലത്തിൽ വന്നിട്ട്. അമ്പലത്തേക്ക് കയറണം. പിന്നെ പെറ്റാണെങ്കിൽ ചരട് പൂജിച്ചിട്ട് മാറ്റി കെട്ടണം. ഞാൻ ആദ്യമായിട്ട് ഈ 5:15 നേരത്തൊക്കെ അമ്പലത്തേക്ക് എന്നെ വിളിക്കില്ലേ. നമ്മളൊന്നില്ലെങ്കിൽ നല്ലോണം വൈകാറുണ്ട് രാത്രിയാവും, അല്ലെങ്കിൽ പിന്നെ രാവിലെ. ഈ നേരത്ത് ഞാൻ അതുവരെ വന്നിട്ടില്ല. ഇതൊന്ന് തുറന്നിട്ട് തന്നെ ഉള്ളൂ തോന്നുന്നു. തുറന്നിട്ടുള്ളൂ തോന്നുന്നു. നമുക്ക് അമ്പലത്തിൽ കയറിയിട്ട് പിന്നെ 2-3 പ്ലാനും കൂടി ഉണ്ട്. അതൊക്കെ നടക്കണമെങ്കിൽ പറയാന്ന്. ഷോപ്പിൽ കയറിയിട്ടില്ല. വന്നിട്ട് ഷോപ്പിക്ക് കയറണം. അപ്പൊ നമുക്ക് ഇറങ്ങാം. തൊഴുതിട്ട് വരാട്ടാ. ചില്ലറില്ല, നോട്ടുണ്ട്. നോക്കാം ഇവിടെ ചിലടാ ബാക്കിട്ടൂടാ. ഇത് മാറ്റിയല്ലേ? चंद्रचूड शिवशंकर पार्वती रमणा निनग नमो. കഴിക്കണത് വെച്ചിട്ട് 2 കോഴിക്ക് ചീത്തയായിരിക്കും. കഴിച്ചോ? ഞാൻ വീട്ടിലെ അല്ലേ, ഞാൻ തൊട്ട് നന്നാവാൻ തീരുമാനിച്ചു. നല്ല കുട്ടി നേരത്തെ എണിച്ചിരുന്നു. എത്ര മണിക്ക് എണിച്ചെന്നറിയാം? 7:00 എണിച്ചു. 7:00 എപ്പോ എപ്പോഴാ വിളിച്ചേ? അല്ല അതെന്നാണോ പറയണ്ടേ? 9:30. നിങ്ങൾക്ക് ഉറക്കത്തിന്റെ മറ്റു തോന്നില്ല. ഞാൻ എണിച്ചിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് നിങ്ങൾ വിളിച്ചല്ലേ. അപ്പൊ 9:00 നിങ്ങൾ 9 മണിക്ക് പോകാറ്. എനിക്ക് പുലർച്ചെ എങ്ങനെ ബുക്കൊന്നും കൊടുക്കാൻ വേണ്ടി എണിച്ചാ പിന്നെ ഉറങ്ങില്ല. ഞാൻ സാധാരണ പോലെ ഉറങ്ങാണ്ട് നേരെ ഞാൻ മനസ്സിലായി. അപ്പൊ യൂണിഫോം ഇട്ടതൊക്കെയാണ് അയൺ ചെയ്യാനൊക്കെ ഞാൻ നിന്നു. പണ്ടത്തെ ഓർമ്മ വന്നു. ഞാൻ മറന്നുപോയി. ഞാൻ വിട്ടേന്ന് അങ്ങനെ ഡ്രസ്സൊക്കെ തേച്ച് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് ഒരുക്കിട്ട് ഞാൻ ഫുഡ് എടുത്തിട്ടേ. അപ്പോൾ ഞങ്ങളുടെ
പ്ലേറ്റ് അവിടെ കൊണ്ടുവച്ചിട്ടല്ലോ. എനിക്കാണെങ്കിലും ഇപ്പൊ മയക്ക് വേണ്ടി അടിച്ച അവസ്ഥയാട്ടോ സത്യത്തില്. മയക്ക് വേണ്ടി അടിച്ച് കഴിഞ്ഞാണ്ടോ കുറച്ചിങ്ങനെ മയങ്ങി നേരത്തെ ആയിരിക്കണ്ടേ അടിച്ചു. പക്ഷെ ഇപ്പൊ ഉറക്കം വരുന്നു. ഇന്നലെ എടുക്കുമ്പോ വൈകി. നമ്മൾ ഇന്നലെ എത്തുമ്പോ തന്നെ എത്ര മണി കൊടുക്കുന്ന ചാർജിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എത്തുമ്പോ 11:30. കഴിച്ച് കിടന്നപ്പോ 12:30. ഇപ്പൊ ആണെങ്കിൽ ഗർഭിണികൾ ഒരു രാത്രി 7-8-10 മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നാ പറയണേ. ഇനി 10 മണിക്കൂർ ഉറങ്ങാൻ പറ്റില്ല. സാധാരണ 7:00 എഞ്ച് കഴിഞ്ഞാ ഒരു 9:30-10 മണി വരെ പിന്നെയും കിടന്ന് ഉറങ്ങാറുണ്ട്. പക്ഷെ ഇന്ന് ഉറങ്ങിയില്ല. അപ്പൊ ഇപ്പൊ എത്ര മണി? 10:30 ആകുമ്പോഴേക്കും മയക്ക് വേണ്ടി അടിച്ച അവസ്ഥയായിട്ടാ. ഞാൻ ഇതിന്റെ ഇടയിൽ ചെറിയ ഫുഡൊക്കെ കഴിച്ചുട്ടോ. പഴംപൊരി കഴിച്ചു അല്ലേ? അങ്ങനെ കഴിക്കാറില്ല. ഇന്ന് നേരത്തെ അച്ഛനും പഴംപൊരി കഴിച്ചു. അച്ഛനും രാവിലെ വാസുവിൻ്റെ അടിയില്ല, അത് ഭാസ്കരനല്ലേ? എന്തായാലും നല്ല വെറൈറ്റി ഫുഡുകൾ പിന്നെ കഴിച്ചു തുടങ്ങുന്നുണ്ട്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ദിവസം കൂടുതൽ കഴിക്കാനും പേടിയില്ല. കൂടുതൽ കഴിച്ചാൽ എൻ്റെ ഉണ്ണിക്കൊരു കുരുത്തം കെട്ട സ്വഭാവമുണ്ട്. അപ്പൊ എന്നോട് ഛർദിപ്പിക്കും. അതിപ്പോ 5 മാസമായാലും 6 മാസമായാലും എനിക്കത് നിൽക്കുന്ന് തോന്നുന്നില്ല. അല്ല, അതമ്മ ഒരു ഓറഞ്ച് കളറിലെ സാധനം ഇട്ടാണ്. കഴിച്ചു നല്ല ടേസ്റ്റ്. ഞാൻ ചില നേരത്ത് ചിന്തിക്കുക എങ്ങനെയാണ് ഇങ്ങനെ കുഴപ്പമുണ്ടായിട്ട് അറിയണ്ട. എങ്ങനെ അറിയാ? ഇവിടെ പത്തിരി കഴിച്ച റൊട്ടി ടേസ്റ്റ് അതേ മതി. പത്തിരി അത് റൊട്ടി അത് വേറെന്തോ പൊടിയായിരുന്നു. ഇത് ശരി നമ്മുടെ ഈ പത്തിരി ഇല്ലേ? അരിപ്പൊടിയാ. ഈ പത്തിരി ഇല്ലേ? ഈ പത്തിരി എണ്ണയിൽ വറക്കണം. അത് ചുടുന്നു. ഇത് എണ്ണയിൽ വറക്കണം. ഓക്കെ. അപ്പൊ ഇവിടെ റൊട്ടി കിട്ടില്ല. റൊട്ടി മാറ്റേണ്ടി വരേണ്ടി വരും. പക്ഷെ റൊട്ടി മാറ്റണമെന്നുണ്ടെങ്കിൽ തണുക്ക് ഏട്ടന് ഭയങ്കര ഇഷ്ടം സംഭവമല്ല റൊട്ടി. ചേട്ടാ പുറത്ത് ഇട്ട് ഇപ്പൊ നല്ല മഴ പെയ്യും. ഞങ്ങൾ സാധാരണ അപ്പുറപ്പുറം ഇരിക്കാറിട്ട് ഇങ്ങനെ ഇരിക്കാറില്ല. ഇന്ന് ഞാൻ അവിടെ വന്നിരുന്നപ്പോ ഞാൻ ചേട്ടൻ ഇപ്പുറത്ത് വന്നിരിക്കുന്നു. ചേട്ടൻ വീഡിയോ എടുക്കാൻ വേണ്ടി അവിടെ പോയിരുന്നു. ഒരാള് പറയാനും ഭംഗിയുണ്ടെങ്കിൽ എടുത്താൽ മതി. പക്ഷെ ഈ വീഡിയോ എന്തായാലും ഇട്ടിരിക്കും ഞാൻ. വേറെ ഒന്നല്ല, എന്നെ രാവിലെ പറഞ്ഞാൽ ഒരുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? അപ്പൊ ഞാൻ എന്താ ആൾക്കാര് കാണുന്നില്ലേ? ഇല്ല, നല്ല ചുണ്ടായിരുന്നില്ല. ഇല്ല, മുടി നല്ല ഭംഗിയിലിരിക്കണേ. ആണോന്ന് പറയുമോ? നല്ല മഴ പെയ്തിട്ടാ പറ്റും. ഈ മഴയത്ത് പുതക്കും പതിച്ച് കിടന്നുറങ്ങി എന്ത് സുഖാ. ഞാൻ ഉറങ്ങട്ടെ. പക്ഷെ ഇന്ന് ഉറങ്ങാൻ പറ്റില്ല. കടയിലേക്ക് പോകണം. അച്ഛനമ്മയ്ക്കും പർച്ചേസ് കുറച്ച് കാര്യങ്ങൾക്ക് പോകാണ്ട്. അപ്പൊ ഓണല്ലേ, കുറച്ചേരം കടയിലിരിക്കും. ഓണായോണ്ട് കുഴപ്പമില്ല. അവിടെ ബെഞ്ചുണ്ട്. അമ്മ ബെഞ്ചിൽ കിടക്കാം. അതൊരു ഗുണ. ബെഞ്ചുള്ളത് ഗുണ. ഏട്ടൻ്റെ കാലുമേടെ തലയും വെച്ചിട്ട് ബെഞ്ചിൽ കിടന്നാലേ ഓസിട്ടുള്ള ഉറക്കിട്ട് സെറ്റ്. ഞാൻ ഇവിടുന്ന് തീരുമാനിച്ചിട്ടാ പോണത് അല്ലേ? അപ്പൊ ഫുഡ് കഴിച്ചിട്ട് കാണാല്ലേ? മേക്കപ്പ് ചെയ്യാണ്ട് കാലിൽ നിന്ന് മേക്കപ്പ് ചെയ്യുന്ന അതെന്റെ പണ്ടത്തെ ശീലായിരുന്നു. പക്ഷെ അതല്ല കേട്ടാ, ഞാൻ പറഞ്ഞുതരാം എന്താണ്. വേറെ ഒന്നല്ല, അച്ഛനമ്മയ്ക്കും പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഷോപ്പിലിരിക്കാൻ വേണ്ടി ഓടി വന്നപ്പോ അവർക്ക് പറയും ഇപ്പൊ പോണ്ടാന്ന്. ഇപ്പൊ പോണ്ടാന്നല്ല, ഇപ്പൊ എന്താ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെയാണെങ്കിലോ നമുക്ക് വണ്ടി ഇടാൻ സ്ഥലവും കിട്ടിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? വണ്ടി കൊണ്ട് വേറെ സ്ഥലത്തിട്ടു. അപ്പം ഞാൻ വെച്ചു വെറുതെ ഇരിക്കല്ലേ, ഞങ്ങൾ ചിങ്ങിയിട്ടും ഉണ്ടാവില്ല. ഷോപ്പിൽ പോയിട്ട് ഒരുങ്ങാന്ന് വെച്ചിട്ട് ഇതിലെന്താ വേറൊരു വിളിച്ചു. അപ്പോൾ ഞാൻ ഇപ്പം ഇരുന്ന് ഒരുങ്ങാന്ന് വെച്ചിട്ട് ഒരു വൃത്തിയായിട്ട് വിളിച്ചെന്ന് തോന്നുന്നു അല്ലേ? അവിടെ നിന്ന് എന്തടിക്കണം? എൻ്റെ തലയ്ക്ക് ബംഗാളിയിലാണ് മുടിയിരിക്കണം.
കളർ മാറിയിരിക്കും. അതാണ് കേട്ടാ. അപ്പൊ ഷോപ്പിലിരിക്കുമ്പോൾ കുറച്ച് വൃത്തിയിലിരിക്കാന്ന് വെച്ചു. പണ്ടത്തെ എനിക്ക് തോന്നുന്നില്ല, പിള്ളേര് സമയമായില്ലേ, 12:45 പോയിട്ട് അച്ഛന് വരുമ്പോഴേക്കും കുട്ടികളെ കൊണ്ടുവരുന്ന സമയം. അപ്പൊ പറ്റില്ല. അപ്പൊ ഞാൻ അച്ഛനമ്മയും പറയും വൈകിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി പോകാൻ. പക്ഷെ എനിക്കിപ്പോ ഒരു വിഷമം ഉറങ്ങാൻ പറ്റുന്നില്ല. ഏട്ടനാണേലും ഇന്നലെ അലർജിയുടെ മരുന്ന് കഴിച്ചിട്ടാണ് കിടന്നേ. കിടക്കുന്നല്ല ഉച്ചക്കല്ലേ, എന്നിട്ട് റെസ്റ്റ് എടുക്കാത്തന്നെ ഏട്ടനുണ്ട്. ഞാനാണെങ്കിൽ ഇപ്പൊ 2 ഉറക്കം ഉറങ്ങി കഴിഞ്ഞാൽ അലർജിയുടെ മരുന്നൊക്കെ കഴിച്ചിരുന്നെങ്കിൽ. പക്ഷെ വണ്ടിയിലൊന്നും ഒരുങ്ങി കുറച്ച് കഷ്ടപ്പാടാ. പക്ഷെ ഇന്നലെ അടിപൊളിയായിരുന്നു കേട്ടാ. അതായത് അതിന് പറഞ്ഞില്ലല്ലേ വിശേഷം എന്താണെന്ന്. അതായത് അവിടെ ചെന്ന് 5 മണി കൃത്യം 5 മണി കഴിഞ്ഞപ്പോഴേക്ക് എത്തി. അപ്പോൾ സൂപ്പറായിട്ട് തൊഴുകാൻ പറ്റും. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരു 5-10 ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളിലുള്ളൂ. സാധാരണ പോണ ടൈമിലാണെങ്കിൽ പറഞ്ഞിങ്ങനെ വിടും. പക്ഷെ ഇത് അതുണ്ടായില്ല. ഫ്രീ ആയിട്ട് തൊഴുത് പിന്നെ ചേരുടെ പൂജിക്കണ്ട അതും കൊടുത്ത് നല്ല രസമായിരുന്നുണ്ട്. പിന്നെ വെടിവഴിപാടുകൾ നടത്തി. പിന്നെ അമ്പലം വല്ലം വെക്കുമ്പോഴാണെങ്കിലും വലിയ തിരക്കും കാര്യമൊന്നും ഉണ്ടായില്ല. എല്ലാ നടയിലും അടിപൊളി തൊഴുകാൻ പറ്റിട്ടാ. അധികം ആൾക്കാരുണ്ടായില്ല. അത് 6 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ തിരക്ക്. ഞങ്ങളിപ്പോ 2 വട്ടം ലാസ്റ്റ് ആയി പോയപ്പോ തീരെ നമുക്ക് അവിടേക്ക് അടുപ്പിക്കാനോ നിക്കാനോ തൊഴാനോ ഒന്നും പറ്റില്ല. വരുമ്പോ തന്നെ നമുക്കൊരു വിഷമാവാറുണ്ട് ഇല്ലേ, ശരിക്കും കാണാൻ പറ്റിയില്ല തൊഴാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം വരാറുണ്ട്. പക്ഷെ ഈ വശം ഞാൻ ശരിക്കും അതിനുള്ളില് ഫുള്ള് കണ്ടത് ഇപ്പഴാ. അല്ല അങ്ങനെ കാണാൻ പറ്റൊന്നുമില്ല. ഞാൻ പിന്നെ കുറച്ച് ബാക്കിലേക്ക് നിക്കുക ചെയ്തിട്ട് വേറെ ഒന്നുമില്ല. വയറ് ഇല്ലല്ലോ, അധികം കാണാനില്ലാത്തോണ്ട് ആൾക്കാരെയും കുറ്റം പറയാൻ പറ്റില്ല. എല്ലാരും ഇങ്ങനെ ബാക്കിൽ അടിച്ചു വരുമ്പോ വയറുമ്മക്ക് തട്ടാനാ വരണേ. നമ്മൾക്കെല്ലാം അറിയുള്ളൂ നമ്മള് ഗർഭിണിയാണ്. അപ്പൊ നമ്മൾ തന്നെ ശ്രദ്ധിക്കണ്ടേ വെച്ചിട്ട് ഞാനിങ്ങനെ കുറച്ച് ബാക്കിക്കുന്നുണ്ട്. ഏട്ടൻ നല്ലോ ഫ്രണ്ടിക്കുന്നത് തൊഴുതൂല്ലേ. ചരട് പൂജിച്ചിട്ട് വെച്ചിട്ടുണ്ട്, കെട്ടാൻ പറ്റിയിട്ടില്ല. പഴയ ചരട് ഊരിപ്പോ അവിടെ കണ്ട കളർ വ്യത്യാസം. പുതിയ ചരട് കെട്ടണം. അങ്ങനെ അപ്പൊ അങ്ങനെ ഇരുന്ന് അവിടുന്ന് പിന്നെ നേരായി ഒരുവിധം 11 മണിയായി. അങ്ങനെ അത് കഴിഞ്ഞ് ഇനി അടുത്തൊരു പ്ലാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് 1.5 പ്ലാൻ. അതൊക്കെ ശരിയാവും. ശരിയായി കാത്തിരിപ്പും കൂടെ ഉള്ള. അപ്പൊ അങ്ങനെ നമുക്ക് പക്ഷെ 2026 കുറച്ച് സ്പെഷ്യലാ. 26 എല്ലാ കാര്യങ്ങളും നടന്നൊരു സംഭവം. അതെന്താ വെച്ചാൽ ഞങ്ങൾ ആഗ്രഹിച്ചതും ഞങ്ങൾ ചിന്തിച്ചതും അല്ല. ചിന്തിച്ച കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടാവല്ലോ. ഇപ്പൊ ഞങ്ങൾക്ക് 2026 കുറെ വിഷമങ്ങളും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കുറെ ചിന്തിച്ച ആഗ്രഹങ്ങളും പിടിച്ചോ ഇതും നടന്നിട്ടുണ്ട് അല്ലേ. അതിനൊരു ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ ഉണ്ണീനെ ഇപ്പൊ 2026 ഉണ്ണീനെ കിട്ടിയത്. പ്രഗ്നന്റ് ആയതും ഉണ്ണീനെ ഇനി കയ്യിൽ കിട്ടാൻ പോണത് 2026. പിന്നെ സ്റ്റുഡിയോ ഇട്ടു, പിന്നെയുള്ള കാര്യങ്ങള്. അതായത് 25 എന്ന് പറഞ്ഞ സംഭവത്തില് കൊറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 25-ലും അത്യാവശ്യം നല്ലോണം പ്രോബ്ലംസ് ഉണ്ടായത്. 25 ജനുവരി അങ്ങ് സ്റ്റാർട്ട് ചെയ്ത പിന്നെ നല്ല മാറി സ്റ്റുഡിയോ കിട്ടുന്നത് പിന്നെ നല്ല ഇതായിരുന്നു. പക്ഷെ ചില കാര്യങ്ങൾ നടക്കണത് നല്ലതായിരിക്കും. നമുക്ക് ഈ പറയൂലേ, ചില എന്തെങ്കിലും ഒരു സംഭവം ജീവിതത്തിൽ നടന്നാലേ നമുക്കത് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി കിട്ടുള്ളൂ. അതായത് നമുക്കൊരു ലക്ഷ്യം, നമുക്കൊരു എയിം, നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ നേടണം എന്നുള്ളൊരു. അത് മാത്രല്ല ഇടയ്ക്കൊരു ഡയലോഗ് പറയാണ്ട്. നാളെ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞു, നിന്നേം ഇത്ര കല്ലേറ് വരുന്നുണ്ടെങ്കിൽ നീ ശ്രദ്ധിച്ചോ, നീ പോണ വഴി നല്ല വഴിയാണെന്ന്. കല്ലേറൊന്നുമില്ല, നീ ശാന്തമായിട്ടാ നടക്കണെങ്കിൽ നീ പോണേൽ എന്തൊക്കെയോ പ്രശ്നങ്ങളും നിനക്ക് വിജയിക്കാനുള്ളൊരു വഴി തെളിഞ്ഞു വരുന്നില്ല എന്നാണ് സത്യം. അത് സത്യമാണ്. നമുക്ക് എത്രത്തോളം ശത്രുക്കളും എത്രത്തോളം പ്രശ്നങ്ങളും കൂടുന്നു അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തില് കുറച്ച് മാറ്റങ്ങളും നമുക്കായിട്ട് കുറെ കാര്യങ്ങൾ സ്വന്തമായിട്ട് കുറേ ഇതാവും.
അതൊരു ഭയങ്കര സത്യമായ ഒരു ഡയലോഗ് അല്ലേ? ഞാനൊരു ഡയലോഗും പറഞ്ഞു, കല്ലേറ് മാത്രം എനിക്ക് കേട്ടിട്ടുള്ളൂ. അല്ല, പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ളവരും ഉണ്ട് കേട്ടോ. ഇല്ല നമ്മൾ പറയുന്നില്ല, സപ്പോർട്ട് ചെയ്യണവരുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ആയാലും ഇപ്പോൾ ഇവിടെ നിന്നായാലും പിന്നെ ചേച്ചി ആയാലും എന്നെ സപ്പോർട്ട് ചെയ്യണവർ എല്ലാവരും ഉണ്ട്. പക്ഷെ ഞാൻ പറയുകയാണ്, നമ്മളതിന് ഈ സമയത്ത് ഏട്ടനെ വിളിച്ചേട്ടനെ സമാധാനിപ്പിക്കാൻ എൻ്റെ 2 ഫ്രണ്ട്സ് അപ്പുറപ്പുറമുണ്ട് അല്ലേ? അല്ല, അങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോഴേക്കും ഏട്ടൻ്റെ പാട്ടാണ് പറഞ്ഞു വരുമ്പോ സ്പേസ് വരുന്ന എന്തത് മോനെ ഉറുമ്പൊക്കെ മേലെ. അപ്പൊ നമ്മള് പറഞ്ഞത് എന്താ, അല്ല നമുക്ക് ഇങ്ങനെ പോകുന്നു, കുഴപ്പമൊന്നുമില്ലാണ്ട് എന്തെങ്കിലാവട്ടെ അല്ലേ. നമുക്ക് നമ്മളെ കൂടെ നിൽക്കുന്നവനെ നമുക്കറിയാലോ, നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ നമ്മൾ കൂടെ നിൽക്കുന്നത് പ്രശ്നം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ആരാന്ന് നമുക്ക് നല്ലോണം അറിയാലേ. അതെ, അല്ല നമ്മളെ നല്ല രീതിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ പറഞ്ഞൊക്കെ ഉണ്ട്, അവരങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്ന്. പക്ഷെ പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാന്ന് അവരൊരുക്കന്നെ അറിയാൻ പറ്റും ഇല്ലേ? എൻ്റെ ഒരു അറിവിൽ നമുക്ക് ഞാൻ എൻ്റെതായ കാര്യങ്ങളൊക്കെ നോക്കി പോകണം. സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ, എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങള്. അതല്ല, കോള് വന്നതാട്ടാ. അപ്പോൾ അതെടുത്താണ് ഏട്ടൻ്റെ. പിന്നെ അത്യാവശ്യം കോളുകൾ വരില്ല എൻ്റെ. വിളിക്കാൻ ആരുമില്ല, എൻ്റെ അമ്മ മാത്രമേ വിളിക്കാറുള്ളൂ. എൻ്റെ ഫോൺ അങ്ങനെ അടിക്കാറില്ല. ഏട്ടൻ്റെ വിളിക്കുമ്പോൾ അങ്ങനെ വല്ല കാര്യങ്ങൾക്കുള്ള കോളുകളൊക്കെ വരാറ് അല്ലേ? അത് പിടിച്ചോ, എൻ്റെ വന്നിക്കണെന്താ. അപ്പോൾ ഉച്ചയായിട്ടൊക്കെ വിശക്കുന്നുണ്ട്, ചോറിന് ഫുഡ് കഴിക്കണം. ഇന്ന് തക്കാളി ചോറ്, അതുകൊണ്ടാണ് എനിക്ക് വിശപ്പ്. അമ്മ ഉണ്ടാക്കണ തക്കാളി ചോറ് തലവേദന മാത്രല്ല, ഞാൻ പെട്ടെന്ന് തല ഇറങ്ങും. എന്തൊക്കെയൊരു പ്രശ്നം ഉണ്ടി തരുന്നുണ്ട്. അങ്ങനെയെങ്കിലും അമ്മ കഴിക്കട്ടെ എന്ന് വെച്ചിട്ടുണ്ടാവുക. അല്ല, ഇപ്പൊ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഇതാവൂലോ. എല്ലാവരും പറയുന്നത് 5 മാസം അമ്മ മാറും എന്ന് പറഞ്ഞ പോലെ എനിക്കും ഒരു പ്രതീക്ഷ ഉണ്ട് ഇല്ലേ, ചെറുതായിട്ട്. അല്ല, ശരീരത്തിലുള്ള മാറ്റമല്ല ഞാൻ പറഞ്ഞേ, ഫുഡിങ്ങില് മാറ്റമൊന്നുമില്ല. ഇപ്പൊ വയറെന്ന് പറയുന്ന സാധനമില്ല. അപ്പൊ അമ്മ ഒന്ന് പറഞ്ഞു ഉള്ളു വയറായിരിക്കും. എനിക്ക് കമന്റ്സും ഉണ്ട്, ചിലവര് ഉള്ളു വയറായിരിക്കും, ഉള്ളു വയറുള്ളവരുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതായിരിക്കാം. പിന്നെ ഞാന് നമ്മുടെ 2-3 വ്ളോഗേഴ്സ് ഉണ്ടായി ഇപ്പം അടുത്ത് പ്രസവിച്ച ചേച്ചിമാർ. അപ്പോൾ അവരൊക്കെ ഞാൻ എടുത്തു നോക്കിയപ്പോൾ ചേച്ചിമാർക്ക് അത് 5 മാസത്തിന് ശേഷം, എൻ്റെ ഒരു ശരീരപ്രകൃതിയുള്ള 2 ചേച്ചിമാരുണ്ട്. ആ ചേച്ചിമാർക്കൊക്കെ 5 മാസത്തിന് ശേഷം തന്നെയാണ് വയറൊക്കെ കാണിച്ച് മാറ്റം വന്നത്. അതൊന്നല്ലാണ്ട് ഞാൻ അതിങ്ങനെ എടുത്തു നോക്കാൻ കാരണം എനിക്ക് ടെൻഷനായി. എല്ലാവരും പറയും 5 മാസമായിട്ട് എന്താ വയറ് വരാത്തതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പേടി, ഉണ്ണി സേഫ് അല്ലേ എന്നുള്ളൊരു പേടി കൊണ്ട് ടെൻഷൻ കൊണ്ട് ഞാൻ അങ്ങനെ എടുത്തു നോക്കി. അപ്പോൾ എടുത്തു നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടാ. എനിക്ക് സംസാരിക്കുമ്പോൾ ശ്വാസം മുട്ടും. അപ്പോൾ അങ്ങനെ വേണം. അപ്പം അതിൻ്റെ ആയിരിക്കാം ഞാൻ പറഞ്ഞ ഫുഡിൻ്റെ രീതിയിൽ ഇത്തിരി ഭയങ്കര വ്യത്യാസമല്ല. ഞാനിപ്പോൾ ഇൻസ്റ്റയിലൊക്കെ നോക്കുമ്പോൾ ഗർഭിണികളൊരു 10 നേരം 12 നേരമൊക്കെ കഴിക്കെങ്കിലും ഞാനൊരു 4-5 നേരമെങ്കിലും കുറച്ച് ശേഷം കഴിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ എനിക്ക് എന്തും എൻ്റെ കാര്യം പറയാൻ പേടിയാണ്. എന്ത് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ അത് തിരിഞ്ഞ് നമ്മൾ പ്ലാൻ ചെയ്യണ പോലെ അല്ല, ഉൾട്ടായിട്ട് അടിക്കും. എനിക്ക് പ്ലാനിങ്ങിലെ പോലെയല്ല എൻ്റെ ജീവിതത്തിൽ പോവാം. പക്ഷെ ചില പ്ലാനിങ് തെറ്റിയാലും നമുക്കത് നല്ല രീതിയിൽ നല്ല കാര്യങ്ങളായിട്ട് വരാറുണ്ട്. പക്ഷെ പ്ലാനിങ് പോലെ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിഷം എന്നൊക്കെ പറയുന്നുണ്ട്. ശ്വാസം കിട്ടാണ്ട് വെള്ളം കുടിക്കണം. എന്താണെന്നറിയില്ല, പെട്ടെന്ന് വെള്ളം വായിലില്ലാണ്ട് ഡ്രൈ ആവുന്നുണ്ട്. ഇത് കാണിക്കുന്ന ആൾക്കാർക്ക് കാണുമ്പോ ഷെയ്ക്കാൻ പോണ്. ചേട്ടാ പണ്ടെടുക്കാൻ പോയി ഫോൺ അടിച്ചേട്ടാ. പെട്ടെന്ന് ഇതല്ല, നല്ല ടൈറ്റ് ആവുന്നുണ്ട്. ശരിക്കും എത്ര കിലോ വേണം? ഒരു 8-9 മാസം ആകുമ്പോഴേക്കും നിനക്ക്? അങ്ങനൊന്നുമില്ല, നമ്മളെങ്ങാട്ടൊരു 10 കിലോ കൂടിയാൽ മതിയായിരിക്കും. അതായത് 50 എന്തായാലും വേണ്ട. ഒരു 10 കിലോ കൂട്ടേണ്ടി വരുമായിരിക്കും. അങ്ങനെ
അല്ല എനിക്ക് അതിനെ കുറിച്ച് അങ്ങനെ അറിയില്ല കേട്ടോ, വെയിറ്റിനെ കുറിച്ച്. ഞാൻ ബാക്കിയെല്ലാം കാര്യങ്ങളും ഫോണിൽ നോക്കിയിട്ടുണ്ട്, വെയിറ്റിനെ കുറിച്ച് അങ്ങനെ എനിക്കറിയില്ല. പിന്നെ ഞാൻ ഡോക്ടർ പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എത്രയോ 40 മേലിൽ വേണം തോന്നുന്നു അല്ലേ, അങ്ങനെ എന്തോ നാളെ പറഞ്ഞു കേട്ടാ. 40 ഉണ്ട്, വെയിറ്റ് വെച്ച് വെച്ചൊരു 50 ആവും വിചാരിക്കാം. 8 മാസമൊക്കെ ആകുമ്പോ കുറച്ചും കൂടി എനിക്ക് വിശന്നില്ല, ഉണ്ടിക്ക് വിശക്കില്ല അല്ലേ, അപ്പൊ മാറുന്നു വിചാരിക്കാം. അതല്ല വേറെ ഒന്നല്ല, എനിക്ക് നേരത്തെ എനിക്ക് സെറ്റ് ആവില്ല. നേരത്തെ എനിക്ക് സെറ്റ് ആവും, നേരത്തെ ഉറങ്ങണം. എനിക്കാണെങ്കിലും നേരത്തെ ഉറങ്ങാൻ കിടന്നാലും രാത്രി ഇപ്പൊ തീരെ ഉറക്കം കിട്ടാനില്ല. ലെഫ്റ്റ് സൈഡിൽ തന്നെ കിടന്നിട്ട് രാവിലെ എണീക്കുമ്പോ ഒരു കാലിന്റെ മസിന് അനക്കാൻ പറ്റില്ല, ഒരു സൈഡും ഭയങ്കര വേദന. അപ്പൊ എനിക്ക് ശീലമില്ല, ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞു കയറുന്നത് ശീലിച്ചിട്ടാവും. അപ്പൊ ഏട്ടൻ കമ്മന്ന് എടുക്കണാകുമ്പോഴേക്ക് ചില നേരത്തെടുത്ത് ഇടിക്കാൻ തോന്നുന്നു ഇല്ലേ. ഞാൻ അതോടെ നേരത്തെ എടുപ്പിച്ചു, ഏട്ടൻ കമ്മന്ന് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാം, അടുത്ത് പോയിട്ട് സീരിയലിന്റെ സൗണ്ട് അങ്ങോട്ട് ഉറക്കെ വെച്ചു. പിന്നെ എപ്പോഴെങ്കിലും എൻ്റെ കൂടെ ഒക്കെ ഇരുന്ന് സീരിയൽ കാണാറില്ല. ഞാനൊരു സീരിയൽ മാത്രം ഇപ്പൊ ഫോണിലിരുന്ന് കാണും, അത് അമ്മ പഠിപ്പിച്ചത്. അമ്മ കാണാണ്ട് കണ്ട് അങ്ങനെ തുടങ്ങിയത്. അപ്പൊ ഒരു സീരിയൽ മാത്രം, അത് എപ്പോഴെങ്കിലും ഒക്കെ അല്ലേ, എപ്പോഴും അങ്ങനെ അഡിക്റ്റ് ഒന്നല്ല. പിന്നെ എനിക്ക് കാണാൻ വേണ്ടിട്ടല്ല, സൗണ്ട് അങ്ങോട്ട് ചെവിട്ടിൽ വെച്ചാലായിട്ട് ഇരിക്കണെന്ന് വെച്ചില്ലേ. ഞാൻ വിളിച്ച പറയും കുഞ്ഞാ, ഞാൻ 5 മിനിറ്റ് പറയും. അയ്യോ പറ്റുന്നില്ല, ഉറക്കം വരണ കേൾക്കണവർക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. എന്താണോ കിതപ്പ് വരുന്നത്, ഉറക്കം വരുന്നുണ്ടാവും. ഉറക്കം വന്ന വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയുള്ളൂ. അപ്പൊ അടുത്ത് നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സംതിങ് സ്പെഷ്യൽ വീഡിയോ ആണെന്ന് അറിയില്ല, അല്ലെങ്കിൽ മുന്നേ വേറെ വീഡിയോ എന്തെങ്കിലും വരും. ചിലപ്പോ ഒരു വീഡിയോ വന്നിട്ടായിരിക്കും നമ്മുടെ അടുത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ വരുന്നത് തോന്നുന്നു, അറിയില്ലെങ്കിൽ ഒക്കെ വഴിയെ പോലെ അല്ലേ. അതെ, ഞങ്ങൾക്കൊന്നും പെട്ടെന്ന് പറയാൻ പറ്റൊന്നുമില്ല. ഒക്കെ ഈ മാസം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. എനിക്ക് തോന്നണ ഞങ്ങള് മാത്രല്ല, അവരും പറയുന്നുണ്ട് വന്ന അസുഖം മാറുന്നില്ല. ചുമയാണെങ്കിൽ ചുമ നിക്കണില്ല. ഈ മാസം നല്ലോണം ഡോക്ടേഴ്സ് ഹോസ്പിറ്റലൊക്കെ നിറഞ്ഞിരിക്കുന്ന മാസാ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ വീഡിയോ ആണെങ്കിലും എണ്ണം ഇത് കുറഞ്ഞത്. കാരണം 2 ആഴ്ചയോളം ഹോസ്പിറ്റലിന്റെ ഇതിൽ ഓടിരുന്നുണ്ട്. ഫുള്ള് 2 ആഴ്ച ഇത് തന്നെയായിരുന്നു പരിപാടി. ഇപ്പോഴാണ് ഈ ഒരു വ്ളോഗിലാണ് ഒന്ന് ആക്റ്റീവായിട്ടൊന്ന് ഇരിക്കണേ. എന്റെ മുഖം പിന്നെ ക്ഷീണായിട്ട് കുറെ നാളായി, അത് പിന്നെ നോക്കണ്ട. ഏട്ടന്റെ പനി വന്നതിന് ശേഷം ഇപ്പൊ ഒന്ന് മാറി വരണല്ലോ. ഇന്നൊരു ഇത്തിരി കുറവുണ്ടല്ലോ, മറ്റേ പൊടി കഴിച്ചപ്പോ ആ പൊടി കഴിച്ചപ്പോ ഇന്നൊക്കെ ഒന്ന് കുറവുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ചുമയ്ക്ക ഛർദിക്കൊക്കെ ഇല്ല. അങ്ങനെയാണ്. അപ്പൊ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ബൈ. എന്താ ഉറങ്ങണില്ലേ നീ? മെത്തേ